ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് ടു ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള പണികളാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എല്ലാ പണിയും തീർത്തു. വൈകുന്നേരത്തെ ചായക്കുള്ളതും കൂടെ തീർത്ത ഒരു ദിവസമാണ് കേട്ടോ. നല്ല ഒത്തിരി പണി ചെയ്ത ഒരു ദിവസമാണ്. ഒത്തിരി പണിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും സാധാരണക്കാലം ഇച്ചിരി കൂടുതൽ പണിയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അച്ചുക്കുട്ടൻ ഇന്ന് പോയിട്ടില്ല കേട്ടോ. അച്ചുക്കുട്ടന് പനി. ഇപ്പോൾ രാവിലെ എണീറ്റ് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയതാണ്. അപ്പോൾ ചെറിയൊരു മേലിനൊരു ചൂട് പോലെ തോന്നി. അപ്പോൾ പിന്നെ വിടണ്ടെന്ന് പറഞ്ഞു വിനോട്ടൻ. അപ്പോൾ അങ്ങനെ വിട്ടില്ലെന്ന്. അപ്പോൾ അച്ചുക്കുട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു നെല്ലിക്ക അച്ചാർ ഇടാനായിട്ട് വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അത് ഇടണം. പിന്നെ മാങ്ങ അച്ചാർ ഇടണം കേട്ടോ. മാങ്ങ അച്ചാർ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടായിരുന്നു ഒന്ന്. അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് തന്നെ ഇന്നും ഉണ്ടാക്കാമെന്ന് വെച്ച് ഇന്നും അതിൻ്റെ റെസിപ്പിയാണ്. 2 എണ്ണത്തിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ഇച്ചിരി ചക്ക കിട്ടി കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ്. അപ്പോൾ അത് ഇന്നലെ ഇച്ചിരി വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്നും ചെയ്തില്ല അത്. അപ്പോൾ ഇന്നത് പുഴുങ്ങണം. അപ്പോൾ ഇന്നലെ കിട്ടിയപ്പോൾ തന്നെ പതിയെ നന്നായിട്ട് മൂത്ത് ഇങ്ങനെ പതിയെ ഒരു മധുരത്തിൻ്റെ ഒരു തുടക്കം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയാണ് കറക്റ്റ് പുഴുങ്ങാം. അപ്പോൾ ഇന്നലെ അതുകൊണ്ട് ഞാനത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് പുഴുങ്ങാം എന്ന് ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് രാവിലെ വെട്ടി പുഴുങ്ങണം. വൈകുന്നേരത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് എന്താ പറയുക, പുഴുങ്ങലം മാറിയിട്ട് പിന്നെ അത് പച്ചച്ചുളയ്ക്ക് പുളിച്ച ചുള തിന്നേണ്ട അവസ്ഥയാവും. അതുകൊണ്ട് രാവിലെ തന്നെ അത് വെട്ടി പുഴുങ്ങണം. പിന്നെ ഇന്നിപ്പോൾ കറി എന്ന് പറയാൻ നമുക്കിവിടെ സാധാ കറിയാണ്. ചക്കക്കുരും മാങ്ങയാണ്. ചക്കക്കുരും മാങ്ങയും പിന്നെ ബീറ്റ്റൂട്ട് തോരനും വയ്ക്കാമെന്നാണ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ചുരുക്കത്തിൽ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ മുറ്റം അടിച്ച് കഴിഞ്ഞിട്ട് തുണി വിരിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വിരിച്ചിട്ട് അകത്തേക്ക് കയറി പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ചെറുപയറാണ് കേട്ടോ ഉണ്ടാക്കിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയും പണിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് അടുക്കളയിലേക്ക് കയറുവാണെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനമായിട്ട് അടുക്കളയിലെ പണികൾ മുഴുവൻ തീർത്തിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരി പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ച് അടുക്കി പിറക്കാനുള്ളതൊക്കെ ഒന്ന് അടുക്കി പിറക്കി വെച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീട് തുടയ്ക്കേണ്ട ദിവസമാണ്. പക്ഷേ ഇന്ന് വീട് തുട ഞാൻ മാറ്റി വെച്ചു ചക്കയുള്ള കാരണം. ചക്കയിൽ തന്നെ നല്ലൊരു പണിയുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് അടുത്ത ദിവസം ആവട്ടെ എന്ന് വെച്ചു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ചക്കക്കുരു കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ചക്കക്കുരുവാണ്. അതാണെങ്കിൽ ഭയങ്കര വേവാണ്. അപ്പോൾ അതുകൊണ്ട് കുക്കറിനകത്ത് തന്നെ ഒരു 4-5 വിസിലടിച്ചാൽ പോലും അത് നന്നായിട്ട് വെന്തുടഞ്ഞ് വരികയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചക്കക്കുരു. അപ്പോൾ അത് കുക്കറിനകത്ത് വേവിച്ച് വെച്ചു. അതിന് ശേഷം നെല്ലിക്ക ആവി കയറ്റാനായിട്ട് വെച്ചതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നാളത്തെ നെല്ലിക്ക ഒരു 5-6 ബാലൻസ് ഉള്ളൂ. പക്ഷെ ഉള്ളത് വലിയ നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ അത് അല്ലി അടർത്തിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ഒരു മാങ്ങ ചക്കക്കുരുവിനുള്ള വേവിച്ചിട്ട് തന്നെ മാങ്ങയും കൂടെ വേവിച്ചിട്ടാണുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ മാങ്ങ ചെത്തുവാണ് കേട്ടോ. ഒരു മാങ്ങയുടെ പകുതിയൊക്കെ മതി ഇവിടെ ചക്കക്കുരു വെക്കാനായിട്ട്, വലിയ മാങ്ങയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതവിടെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് അത് വേവിക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആകപ്പാട് ഈ ഒരു തേങ്ങയാണുള്ളത്. ഇന്നിപ്പോൾ തോരൻ വെക്കണം, ചാറുകറി വെക്കണം, പിന്നെ എന്നാ ചക്കയും പുഴുങ്ങണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഒരു തേങ്ങ കൊണ്ട് തീരണം കേട്ടോ. അപ്പോൾ ചക്കയ്ക്കാണെങ്കിൽ ഇച്ചിരി അധികം തേങ്ങ വേണം താനും. അപ്പോൾ ആ സമയം കൊണ്ട് അച്ചുക്കൂട്ടിൻ്റെ തേങ്ങാവെള്ളം കൊടുത്തു. ഞാൻ ഇത്തിരി കുടിക്കുകയും ചെയ്തു. എന്നിട്ട് അന്നത്തേക്കും നെല്ലിക്ക ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങ് വാങ്ങി വെച്ചിട്ട് എന്നാ പറയണ ചക്കക്കുരു ആണോ ചക്കക്കുരുവിൻ്റെ മാങ്ങ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ആയി. അപ്പോൾ ഈ സമയം കൊണ്ട് ചക്കക്കുരുവിൻ്റെ മാങ്ങയൊക്കെ പെട്ടെന്ന് മാങ്ങ ആകുമ്പോൾ അരപ്പൊക്കെ അരച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അരപ്പും ചേർത്ത് കടുകും താളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീറ്റ്റൂട്ട് തോരൻ വെക്കാനായിട്ട് എടുത്താണ് കേട്ടോ. ഒരു ബീറ്റ്റൂട്ട് മതി ഇവിടെ തോരൻ വെച്ചാൽ. എനിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടം. പക്ഷേ വിനോദിന് ഈ മധുരമായിരുന്നു മധുരക്കറി അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞു. പിന്നെ അത് എണ്ണയിൽ കടുക് തളിച്ചിട്ട് അതും വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ വളരെ സിമ്പിളാണ്. 3-4 മിനിറ്റിൽ ഇത്രയും പണികൾ കഴിയണു അല്ലേ. അപ്പോൾ ഇത് ഇച്ചിരി സ്പീഡൊക്കെ കൂട്ടിയിട്ട് കാണുന്നതാണ്. കാരണം ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരാനില്ല. അത് തന്നെയല്ല, എന്ന് തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ കാണുന്ന വീഡിയോസല്ല, കാണുന്ന ഭാഗമാണുള്ളത്. അതുകൊണ്ട് വേഗം സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അച്ചുകൂട്ടനിരുന്ന് എഴുതാനൊക്കെ ഉള്ള എഴുതുമൊക്കെയാണ് കേട്ടോ.
അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇന്നെന്താണ് നല്ല മൂടായിരുന്നു. ഞാൻ പറഞ്ഞു സ്കൂളിൽ പോയില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിച്ചോണം, അങ്ങനെയാണ് ഇവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു തോന്നുന്നു. ആളവിടെ പോയിരുന്ന് എഴുതി പഠിക്കുകയാണ്. അപ്പോൾ ആ സമയം കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി. അപ്പോൾ ഇതാണ് നമ്മുടെ നെല്ലിക്ക. ശരിക്കും പറഞ്ഞാൽ ഒരു 6 നെല്ലിക്കേ ഉള്ളൂ, പക്ഷേ വലിയ നെല്ലിക്കയാണ്. ശരിക്കും പറഞ്ഞാൽ ആ വരയക്കടയാണ് അല്ലി അടർത്തി എടുക്കേണ്ടത് കേട്ടോ. പക്ഷേ ഒരല്ലി തന്നെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തിടണം, അത്രയ്ക്ക് വലിയ അല്ലിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു. പിന്നെ ചെറുതൊക്കെ കേടുണ്ടായിരുന്നു, കേടുള്ളതൊന്നും എടുത്തില്ല. കേടില്ലാത്ത ഭാഗം നോക്കി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്ത്. അപ്പോൾ ഇനി നെല്ലിക്ക അച്ചാറിടാനായിട്ട് ചട്ടി അടുപ്പ് വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നിപ്പം നെല്ലിക്കയും അച്ചാറിടണം, മാങ്ങ അച്ചാറിടണം. അതുപോലെയായിട്ട് ഇച്ചിരി ഉലുവയും അതുപോലെ തന്നെ കടുകും ഒക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അച്ചാറിടുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതല്ല ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ചതും കടുക് വറുത്ത് പൊടിച്ചതും. അപ്പോൾ അത് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ 1 സ്പൂൺ ആദ്യം ഉലുവ വറുത്ത് പൊടിച്ചു, അത് മാറ്റി വെച്ചിട്ട് അടുത്ത 1 സ്പൂൺ കടുകും കൂടെ ഇട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് എണ്ണയൊന്നും ചേർക്കണില്ല, ചുമ്മാ ഇങ്ങനെ ചൂട് ആകുമ്പോൾ അങ്ങ് പൊട്ടി വരുമ്പം വാങ്ങിയാൽ മതി. എന്നിട്ടൊന്ന് നമ്മുടെ ഇടിക്കണ ഇടികല്ലില്ലേ അതിനകത്തിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ചട്ടിക്കകത്ത് നല്ലെണ്ണ ഒഴിച്ചു, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നല്ലെണ്ണ മതി, കാരണം ഇത്രയും അല്ലേ ഉള്ളൂ നെല്ലിക്ക. പിന്നെ അതിനകത്ത് ഇച്ചിരി കടുക് ഇട്ടു. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം നമ്മളൊരു 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1-2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകിന് പകരമായിട്ട് നമുക്ക് എന്താണ് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കൊമ്പമുളക് 2 എടുത്തിട്ട് അത് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇത് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട്, 1 തണ്ട് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ പതിയെ ഒന്ന് കളർ മാറിയാൽ മതി. എന്നിട്ട് നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കണം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടേ നമ്മൾ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാവുള്ളേ. അപ്പോൾ ഇതിൻ്റെ മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ സാദാ മുളക് പൊടിയും കൂടെ തുല്യ അളവിലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും അത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് ഇതിൻ്റെ പച്ചപ്പുമണം ഒന്ന് മാറി വന്നു കഴിയുമ്പം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നന്നായിട്ട് തന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനതൊക്കെ ഏകദേശം ഒരു കൈ അളവ് പറയണേൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ ചൂടുവെള്ളമല്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ രാവിലെ കുടിക്കാനായിട്ട് വെറുതെ വെള്ളം തിളപ്പിച്ച് അത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്നൊരു 1/4 ഗ്ലാസ്, ഒത്തിരിയൊന്നും വേണ്ട, ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്നാ പറയുക, നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നെല്ലിക്ക അച്ചാർ എന്ന് പറയാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ മാങ്ങാച്ചാർ, ആ മാങ്ങാച്ചാറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 1 മാങ്ങയാണ് എടുത്തേക്കണം കേട്ടോ. ആ മാങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം എടുത്ത മാങ്ങ ഇച്ചിരി പഴുത്തതായിരുന്നു. രണ്ടാമതെടുത്ത മാങ്ങയും ചെറിയൊരു കളറ് മാറിയിട്ടുണ്ട്, പക്ഷേ ഇതിന് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിലോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യം എടുത്ത മാങ്ങ ശരിക്കും പറഞ്ഞാൽ ചെനച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കിട്ടുന്ന മാങ്ങയൊക്കെ ഇങ്ങനെയായിരിക്കും. വില കൂടുതലായി കഴിഞ്ഞാൽ മാങ്ങ കിട്ടുന്നതൊക്കെ കടയിൽ നിന്ന് കിട്ടുന്ന എല്ലാം ഇതുപോലെ കണക്കാം. അപ്പോൾ അതാ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക മുഴുവൻ. അപ്പോൾ ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഈ പ്രാവശ്യം ഉപ്പുകല്ലിന് പകരം ഉപ്പുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അളവ് കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഉപ്പുപൊടി നമ്മളങ്ങനെ കുറേ നാളായിട്ട് യൂസ് ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ആ സ്പൂണിന് ഒരു 1/2 സ്പൂൺ ഇട്ടു. കാരണം ഉപ്പ് എന്താ പറയണേ, ചേർന്ന് കൂടുതലായി കഴിഞ്ഞാൽ പണിയാവില്ലേ. അപ്പോൾ അതവിടെ നീക്കി വെച്ചു കേട്ടോ. ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് അതിൻ്റെ സമയമൊന്നും ഇല്ലാത്തതാണ് ഞാൻ ഡയറക്റ്റ് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ നെല്ലിക്കകത്ത് അച്ചാറിനകത്ത് ഉപ്പിടാൻ മറന്നുപോയി ഞാൻ. അപ്പോൾ ഞാൻ രണ്ടാമത് പിന്നെ ഇച്ചിരി ഇടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നെല്ലിക്ക അച്ചാറിനകത്ത് ഉപ്പിടാൻ മറന്നു പോകരുത്. അപ്പോൾ മാങ്ങാച്ചാറിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ കടുക് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളകും ചേർത്തു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റുള്ള മാങ്ങാച്ചാറാണ്. പിന്നെ ഈ വെളുത്തുള്ളി ഒരു 5-8 അല്ലിയും 1-2 പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ ആദ്യം ചേർത്ത കണക്ക് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മാങ്ങയ്ക്കകത്ത് ഉപ്പിട്ട കാരണം ഇതിനകത്ത് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ഉപ്പ് ലാസ്റ്റ് ചേർന്നില്ല എങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബ്രൗൺ കളറാവും. പ്രത്യേകിച്ച് ഈ ഒരു ചട്ടിയും കൂടെ ആകുമ്പം നമ്മൾ അച്ചാറിടുമ്പോൾ സൂക്ഷിക്കണം. ബാക്കി എല്ലാ ചട്ടിയും ഇതായി, അതുകൊണ്ട് പിന്നെ ഇതിനങ്ങ് എടുത്തു എന്നുള്ളേ. അപ്പോൾ അതാ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം നമുക്കിതിനുള്ള മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. മസാലക്കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കണത് കേട്ടോ.
പിന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി എടുത്തു, 1 ടീസ്പൂൺ കടുക് പൊടിച്ചതെടുത്തു, പിന്നെ കായപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മസാലക്കൂട്ടെന്ന് പറയാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ചട്ടി ആയിരുന്നു നമ്മൾ ഓഫാക്കിയിട്ട് ഇട്ടാലും അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്ന് തന്നെ പച്ചപ്പണം മാറിപ്പോകും കേട്ടോ. പിന്നെ നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ഈ ഒരു അച്ചാർ നമ്മൾ പുറത്ത് വയ്ക്കാം, ഒരാഴ്ചയോളമൊക്കെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ഇത് വെള്ളം ചേർക്കാണ്ട് തന്നെ ആ ഒരു വിനാഗിരിയൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പം മാങ്ങ ഇട്ട് കൊടുക്കുവാണ്. പക്ഷേ ഈ അച്ചാർ കാണുമ്പോൾ വലിയ ടേസ്റ്റൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, പക്ഷേ ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി എന്തായാലും എനിക്കറിയാം നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടേ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് ഇരുമ്പിൻ്റെ അല്ല, ചീഞ്ചട്ടിയല്ലായിരുന്നു, മറ്റേ ചീഞ്ചട്ടിയായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ഒരു കറക്റ്റ് കളറായിരുന്നു. ഇപ്പോൾ ഇത് ഇച്ചിരി ഒരു ബ്രൗൺ കളർ കൂടിപ്പോയോ എന്നൊരു സംശയമില്ല. പിന്നെ ഇതിനകത്തുള്ള വെള്ളം ഊർന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയൊക്കെ ആകുമ്പോഴത്തേന് ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ചാറില്ലാണ്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കി വെച്ചേക്കണേ. പക്ഷെ നാളെ ആകുമ്പോഴത്തേനും ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഊർന്ന് വന്ന് അച്ചാറിൻ്റെ ഒരു പാകമാവും കേട്ടോ. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ മാങ്ങ അച്ചാറും റെഡിയായി. അത് കഴിഞ്ഞിട്ട് ചക്ക വെട്ടാനായിട്ട് വന്നിരിക്കുന്ന ഭാഗമാണ്. കത്തി ആയതുകൊണ്ട് എനിക്ക് ചക്ക വെട്ടലൊരു നല്ലൊരു പണിയാണ് കേട്ടോ. ഇങ്ങനെ മസിൽ പിടിച്ച് നമ്മൾ ചക്കയൊക്കെ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ചുകൂട്ടനും വന്നു പച്ചച്ചക്ക തിന്നാനായിട്ട്. എല്ലാവർക്കും പച്ചച്ചക്ക തിന്നാൻ ഭയങ്കര ഇഷ്ടമല്ലേ. പക്ഷേ ഇത് തിന്നാന്ന് വെച്ചാൽ പുഴുങ്ങാൻ ഒത്തിരി ഇല്ലാത്ത കാരണം നമ്മളത് പച്ചച്ചക്ക എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുഴുങ്ങാൻ ഒട്ടും കാണിയല്ല. അപ്പോൾ അതുകൊണ്ട് അച്ചുകൂട്ടന് കുറച്ചൊക്കെ കൊടുത്തു, എന്നിട്ട് ഞങ്ങൾ ബാക്കി പുഴുങ്ങി കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, അച്ഛനോട് എന്ത് പറഞ്ഞാലും അവൻ കേട്ടോളൂ കേട്ടോ. കുറച്ച് കഴിച്ചോ ഒരു 4-5 എണ്ണമൊക്കെ കൊടുത്തു. അത് അവൻ അവിടെ പോയിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പുഴുങ്ങി കഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൻ്റെ ആവശ്യത്തിന് അവൻ കഴിക്കുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചക്കയ്ക്കുള്ള അരയ്ക്കാനായിട്ട് വന്നാണ്. ശരിക്കും പറഞ്ഞാൽ ചക്ക പുഴുങ്ങുമ്പോൾ ഒക്കെ നമുക്ക് ഈ അരകല്ല് അരയ്ക്കണ അത്രയും ടേസ്റ്റ് വേറെ വരികയില്ല. നമ്മൾ ഈ മിക്സിക്ക് അതിട്ടൊക്കെ അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു ഇതാണ്. ഈ അരകല്ലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അരകല്ലിൽ തന്നെ അരയ്ക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പാകം കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ അരച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് അരയ്ക്കലൊക്കെ കേട്ടോ. പിന്നെ മറക്കണ്ട, നമ്മുടെ നൈറ്റിയുടെ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പുതിയൊരു മോഡൽ തുന്നിയതാണ്. എല്ലാ മോഡലിനും ഒരേ പ്രൈസാണ് വെച്ചേക്കുന്നത്, 300 പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് ഒരുപാട് കോൾ അനാവശ്യമായിട്ട് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ഞാൻ പറയണേ, ചില നമ്പർ കിട്ടുമ്പോഴത്തേക്കും ഓരോരുത്തർക്ക് ചുമ്മാ ഇരുന്ന് വിളിയാണ്. നമ്മുടെ അനിയത്തിമാരെ കൊണ്ടൊന്നും അല്ല കേട്ടോ പ്രശ്നം. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യണം, ഫോൺ എടുക്കാൻ ഇപ്പോൾ പേടിയാണെന്നുള്ള അവസ്ഥയായി. അപ്പോൾ ഞാൻ പറയണം മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഫോൺ കോൾ വരുമ്പോൾ ഇപ്പോൾ നൈറ്റിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ സ്ത്രീകളെ വിളിക്കണമെങ്കിൽ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് സ്ത്രീകൾ മാത്രമല്ല വിളിക്കണേ, അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ എന്താ പറയണേ, നമുക്കൊരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ നമ്മളൊരു വീഡിയോ ചെയ്യേണ്ടതും ഇങ്ങനൊരു ഫീൽഡിലേക്കൊക്കെ ഇറങ്ങണത്. അപ്പോൾ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാണ്ട് എനിക്കത് കൂടുതൽ എനിക്ക് പറയാനറിയില്ല. ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു കേട്ടോ, കാരണം ഇങ്ങനെ നമ്പർ ഒത്തിരി കോൾ വരുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള കോളുകൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതായത് വാട്സപ്പ് മാത്രമായിട്ടുള്ളൊരു നമ്പർ ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ആക്കണം. നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, അതെനിക്കറിയാം. എന്നാലും ഇന്നലെയൊക്കെ ഫോൺ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നൈറ്റി അല്ലാണ്ട് ചേച്ചിമാരൊക്കെ വിളിക്കേണ്ടത് സ്നേഹത്തോടെ വിളിക്കുന്നവരോടോ അല്ല പറഞ്ഞത് കേട്ടോ. അതായത് നമ്മുടെ സ്ത്രീകളെ വിളിക്കുന്നതിനെ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്